ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ ചില പ്രമുഖർക്കെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നുവരുന്നത്. സിദ്ദിഖ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു, സംവിധായകൻ രഞ്ജിത്ത് ഉൾപ്പെടെ നിരവധി പ്രമുഖ താരങ്ങൾ ആരോപണങ്ങളിലും കേസുകളിലും കുടുങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ നടനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയാണ് ചർച്ചയാകുന്നത്. തന്റെ സെറ്റുകളിലെല്ലാം ക്ലീൻ ആണെന്ന് പറഞ്ഞ പൃഥ്വിരാജിന് വലിയ തിരിച്ചടിയാണ് പുതിയ പരാതി. മൻസൂർ റഷീദിനെതിരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിരിക്കുന്നത്. ബ്രോഡാഡിയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്നാണ് നടിയുടെ ആരോപണം. എന്നാൽ എന്തുകൊണ്ട് ഈ പീഡനം സെറ്റിലുള്ളവർ പ്രത്യേകിച്ച് പൃഥ്വിരാജ് അറിഞ്ഞില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം. 2021 ഹൈദരാബാദിലായിരുന്നു സംഭവം. മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുകയാണ്. കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂറിനെതിരെ നേരത്തെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരുന്നുവെന്നും സൂചനകളുണ്ട്. എന്നിട്ടും പൃഥ്വിരാജിന്റെ പുതിയ സിനിമയിലും മൻസൂർ അസിസ്റ്റന്റ് ഡയറക്ടറായി. ഇതോടെ പുതിയ സിനിമകളുടെ സെറ്റിലും പീഡനവും മയക്കുമരുന്നും വ്യാപകമാകുന്നതായി പറയുന്നുണ്ട്. അയ്യപ്പനും കോശിയും, ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൻസൂർ റഷീദ്. പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം. വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത്. അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാനെത്തിയത്. വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു. മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ബോധ്യമായി എന്നുമായിരുന്നു പരാതി. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു. വീട്ടിലേക്ക് പോയി. പിന്നീട് രാവിലെ ഇവരുടെ നഗ്നചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടിക്ക് അയച്ചു കൊടുത്തു പണം ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഗച്ചിബൌളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തു. പിന്നീടും ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം വാങ്ങിയെന്നാണ് പരാതി. അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടക്കലിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. പിന്നീടും പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ ഭാഗമായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. അതായത് എല്ലാം എല്ലാവർക്കും അറിയാമെന്നാണ് പരാതി വിശദീകരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ബ്രോഡാഡിയിൽ നായകൻ മോഹൻലാൽ ആയിരുന്നു. OTTയിലായിരുന്നു റിലീസ്. കോവിഡ് കാല ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൻസൂർ റഷീദ് നൽകിയ സ്ട്രൈറ്റ് പാനീയം കുടിച്ച ശേഷം യുവനടി ഉറക്കമുണർന്നത് 7 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഉടൻ തന്നെ നടി സെറ്റിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം പ്രതി മൻസൂർ റഷീദ് അശ്ലീല ചിത്രങ്ങൾ യുവനടിക്ക് വാട്സപ്പ് ചെയ്ത് പണം ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പലതവണയായി യുവനടിയിൽ നിന്നും മൻസൂർ റഷീദ് തട്ടിയെടുത്തത് 6 ലക്ഷത്തിലധികം രൂപയാണ്. സെറ്റിൽ നടന്ന ദുരനുഭവം യുവനടി തന്റെ ഭർത്താവിനെ അറിയിച്ചിരുന്നില്ല. കുടുംബം തകരാതിരിക്കാനായിരുന്നു നടി പ്രതിക്ക് പണം നൽകിയത്. എന്നാൽ പിന്നീട് പ്രതി മൻസൂർ റഷീദ് കൂടുതൽ പണം ആവശ്യപ്പെട്ടു തുടങ്ങിയതോടെ വിവരം യുവനടി ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ ഇതറിഞ്ഞ ഭർത്താവാകട്ടെ യുവനടിയായ ഭാര്യയെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. ഭാര്യയെ ഉപേക്ഷിച്ച് ബന്ധവും അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്നായിരുന്നു യുവനടി നിയമ നടപടിയിലേക്ക് കടന്നത്. എന്തായാലും നടിയുടെ ആരോപണം പൃഥ്വിരാജിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.